എല്ലാവർക്കും സുഖമാണോ? ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ സൺഡേ വ്ളോഗാണ്. നമ്മുടെ വീട്ടിലെ ചെറിയ ജോലികൾ, കുറച്ച് വിശേഷങ്ങൾ, കുടുംബത്തോടൊപ്പം സ്പെൻഡ് ചെയ്യുന്ന സമയം, അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ്. ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ഞാനൊരു കാര്യം കൂടി ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ തംബ്നെയിലിൽ കണ്ടതുപോലെ യൂട്യൂബിൻ്റെ മറുവശം കാണുന്നത് പോലെ എളുപ്പമല്ല എന്നുള്ളതാണ്. ഒരു ചെറിയ നേരത്തേക്ക് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് യൂട്യൂബ് വളരെ ഈസിയാണെന്ന് തോന്നാം. പക്ഷേ ഈ യൂട്യൂബ് തുടങ്ങിയവർക്കൊക്കെ അറിയാം ഇതത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ ക്യാമറ ഓണാക്കി ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്താൽ മതിയെന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ അതങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാണോ യൂട്യൂബ് തുടങ്ങിയെന്ന്. പ്രത്യേകിച്ച് വീട്ടമ്മമാരോട് ഈ ഒരു ചോദ്യം ഉറപ്പായിട്ടും പലരും ചോദിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ ചോദ്യം ചോദിക്കുന്ന പലർക്കും ഒരു വീഡിയോയുടെ പിന്നിലെ അധ്വാനം കാണാൻ കഴിയുന്നില്ല. ഒരു വീഡിയോ എന്നത് നമ്മൾ ക്യാമറ ഓണാക്കി വെച്ചിട്ട് കുറേ മിനിറ്റുകളോളം സംസാരിക്കുന്നതല്ല. അതിന് പിന്നിൽ വ്യക്തമായ പ്ലാനിംഗ് ഉണ്ട്, ഷൂട്ടിംഗ് ഉണ്ട്, പലതവണ റീടേക്കുകളുണ്ട്, മണിക്കൂറുകളോളം എഡിറ്റിംഗ് ഉണ്ട്. അതിലുപരി വീട്ടമ്മമാരാണെങ്കിൽ വീട്ടിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും തീർത്ത ശേഷമാണ് പലരും ഇതിന് സമയം കണ്ടെത്തുന്നത്. എന്നിരുന്നാൽ തന്നെയും എല്ലാ വീഡിയോസിനും ഒരുപോലെ ആളുകളിലേക്ക് എത്തണമെന്നില്ല. നമ്മൾ ചിലപ്പോൾ മണിക്കൂറുകളോളം കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന വ്യൂസ് പോലും കിട്ടാറില്ല. ചിലർ ചോദിക്കും, നിങ്ങളെ ആരെങ്കിലും നിർബന്ധിച്ചോ ഈ വീഡിയോ ചെയ്യാനായിട്ട്? ഇല്ല, നമ്മൾ സ്വന്തമായി തിരഞ്ഞെടുത്ത ഒരു ജേണിയാണല്ലേ. വരുമാനം എന്നതിലുപരി അത് അവരുടെ ഒരു പാഷനായിരിക്കും. ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ടാവും. എന്നാൽ എല്ലാവർക്കും ആ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരങ്ങൾ ലഭിക്കാറില്ല. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾക്ക് സ്വന്തം കഴിവുകൾ ലോകത്തിന് മുന്നിൽ എത്തിക്കാൻ ലഭിച്ച ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനലിനെ വെറും പണം സമ്പാദിക്കാനുള്ള മാർഗം എന്ന രീതിയിൽ മാത്രം കാണേണ്ടതില്ല. പലർക്കും അതവരുടെ സ്വപ്നങ്ങളിലേക്കുള്ള ആദ്യ ചുവടാണ്. സ്വന്തം കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ഒരു നല്ല വാക്കോ ഒരു ലൈക്കോ ഒരു കമൻറ്റ് പോലും ഒരു ക്രിയേറ്റർക്ക് മുന്നോട്ട് പോകാനുള്ള വലിയ പ്രചോദനമാണ്. ഞാനീ പറഞ്ഞതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടാണ്. എല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള വ്ളോഗ് കണ്ടാലോ. ഇതിനെ വേറൊരു പേര് മോനത് ഓർത്ത് വെച്ചോണേ. ഈ ക്വസ്റ്റ്യൻ അത് ചോദിച്ചിട്ടില്ല, പക്ഷെ ഇത് ഓർത്ത് വെച്ചോണേ. കൊരിന്ത്യൻ വെങ്കലം. എന്തോ കൊരിന്ത്യൻ വെങ്കലം. ആ ഒരു ലോഹക്കൂട്ട് കൊണ്ട് ഈ സുന്ദരം എന്ന എന്തിനാ അവിടെ കയറുന്നേ? അന്ന് എവിടെ അതാ സൂക്ഷിച്ചെടുക്കണം. അവിടെ വല്ലതും ഉണ്ടോയെന്ന് നോക്കണം. ആ ബാറ്റിട്ട് പാപ്പ വരും നാളിൻ്റെ അടുത്തോട്ട്. വീഡിയോ എടുക്കുമ്പോൾ പതിവ് വന്നെന്ന് പറഞ്ഞ് തള്ളകളെ പോട്ട് പെരുമാറുന്നെന്ന് ചോദിക്കുന്നു. മമ്മിക്ക് ഒരു പേടിയില്ലല്ലോ. എൻ്റെ വൃത്തിയായിട്ട് ഉടുപ്പും എൻ്റെ വൃത്തിയായിട്ട് മോന്തയൊക്കെ കൊണ്ട് ഞാൻ കുറച്ച് മേക്കപ്പൊക്കെ ചെയ്തിട്ട് വന്നിട്ട് എടുത്താൽ മതി. ഐ ലൈക്ക് ഇറ്റ്. ഓ ഹയ്യ, നമ്മുടെ ആ മിൻറ്റിൻ്റെ പരിപാടിയാണ് നമ്മളിന്ന് കാണുന്നത്. പെണ്ണുങ്ങളെ കടന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കണ്ടോ. ഇതാണ് ആ കിട്ടി പപ്പടേത് കിട്ടി. പപ്പട ഇത് വായി കിട്ടി. ഇത് എടുക്കാനാന്ന് പറഞ്ഞാൽ മതി, കുഴപ്പമില്ല.
മുടി വെട്ടണം. അങ്ങനെ ഇഷ്ടംപോലെ വീട്. അയ്യോ അത് അവിടെ ക്യാമറ പോകാനായിരുന്നു. അതെ നിന്റെ വന്നാട്ട് മുന്നോട്ട് എടുക്കാൻ ഞാനും മേക്കപ്പ് ഉപയോഗിച്ചിട്ടില്ല. കാരണം എനിക്ക് അവര് വെച്ചവരുടെ വീട്ടിൽ പോകും. അപ്പൊ നമുക്ക് പോവാം. ഓ കാടൊന്നും എടുത്തില്ല.